Hi guys, this is Varsha here. Welcome to Learn with Varsha. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് UGC NET എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ഏതൊരു കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ പേപ്പർ 1 ഞാൻ കൊടുക്കാൻ പോകുന്ന ടിപ്സ് വളരെ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്റ്റഡി ടിപ്പായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പേപ്പർ 1 എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ പഠിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമെങ്കിലും ഇന്ന് വർക്കൗട്ട് ചെയ്തിരിക്കണം. അതുപോലെ പേപ്പർ 2 എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സസ് കൊടുക്കുന്നത് UGC NET HR ആസ്പിരൻസിനാണ്. ഡെയിലി PYQs എൻ്റെ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് നമുക്ക് ശരി ഉത്തരം തരുന്നത് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്തുകൊണ്ടാണ് തെറ്റ്, അത് എന്തുമായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ചാനൽ വഴി. എല്ലാ ദിവസവും ഞാൻ ചാനലിൽ PYQs അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇപ്പോൾ പേപ്പർ 2 ആണെങ്കിൽ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 1 hour പഠിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്ത് ഒരു ചോദ്യമെങ്കിലും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബേസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ലേബർ റിലേഷൻ ആണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്ത്, അങ്ങനെ ഇത് 2 കാര്യങ്ങളും പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ടോട്ടൽ 2 മണിക്കൂർ ഡെയിലി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ PYQസും വർക്കൗട്ട് ചെയ്തിരിക്കണം. ഇതാണ് എനിക്ക് തരാനുള്ള ബേസിക് ആയിട്ടുള്ള ടിപ്പ്. സോ എല്ലാ വീക്കിലും ഞാൻ ടിപ്സ് തരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താങ്ക് യു.